കണ്ടില്ലേ നല്ല അടിപൊളി കോഴിയട. ഓ, എന്താ സൂപ്പർ സ്മെല്ലാ. ഇത് മതി നമുക്ക് ഭക്ഷണം, വേറെ ഒന്നും വേണ്ട. ഒരു ദിവസത്തിന് ഇത് മതി. ഇതൊന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണ്ടി. പിന്നെ കുട്ടികൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് മാറൂല. എപ്പോൾ തന്നെ കോഴിയട മതി മതി എന്ന് പറയും. അപ്പം തിന്നാൻ ഇഷ്ടപ്പെടാത്ത, തീറ്റ ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലേ, വേണ്ടാത്ത, അവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കിട്ടോ. ഇപ്പോൾ ഉദയത്തിന് ഇറച്ചിയൊക്കെ കിട്ടി ഫ്രിഡ്ജിൽ ഉണ്ടാവുമല്ലോ, ചിക്കൻ ഉണ്ടാവും വേറെ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. നവീനി കോഴിയട കണ്ടല്ലോ. അപ്പം കോഴിയട ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പിന്നെ കുഞ്ഞിപ്പത്തിലിട്ടിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പത്തിലിട്ടപ്പോൾ കോഴിയട കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ നസ്രീനും പിന്നെ കുറേ ആൾക്കാർ പേര് മറന്നു പോവുക, പെട്ടെന്ന് എന്നോട് പേര് മറന്നു പോവുക കേട്ടോ. മുഹ്സിനെയും ഫാത്തിമ നസ്രീനും ഒക്കെ എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ ആൾക്കാർ കോഴിയട കാണിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കോഴിയട ആക്കിയത്. പിന്നെ അതുമല്ല, എല്ലാവരും ഫ്രിഡ്ജിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഫ്രിഡ്ജിൽ ഇപ്പം ചിക്കനും ബീഫും ഒക്കെ ഉണ്ടല്ലോ. അപ്പം വിചാരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഈ കോഴിയട ഉണ്ടാക്കണമെങ്കിൽ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കും പോലെയല്ല. കുഞ്ഞിപ്പത്തിലിന് ഫസ്റ്റിൽ തന്നെ പൊടിയെല്ലാം കുഴച്ച് റെഡിയാക്കി ഉരുട്ടി വേവിക്കല. കോഴിയടയ്ക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറക്കാൻ ഫില്ല് ചെയ്യാനുള്ള കൂട്ട് ശരിയാക്കണം. അത് ഫസ്റ്റിൽ കൂട്ടാണ് ശരിയാക്കുന്നതിന് ശേഷം ഞാൻ പൊടി കുഴക്കുന്നുള്ളൂ കേട്ടോ. അതിന് എന്തൊക്കെ എടുത്ത് വെച്ചത് നോക്ക്. ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് ബീഫ് കൊണ്ടും ഉണ്ടാക്കും, ചിക്കൻ കൊണ്ടും ഉണ്ടാക്കും. ബീഫ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് കുക്കറിൽ ഉപ്പും മുളകും മഞ്ഞളിട്ട് കുക്കറിൽ വേവിച്ച് അത് വറ്റിച്ചിട്ട് അതങ്ങ് മിക്സിയിലിട്ട് കറക്കി പൊടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്, മക്കളൊക്കെ വന്ന് പോയപ്പം കുറേ ചിക്കൻ പൊരിച്ചത് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള പീസ് ഇങ്ങോട്ട് എടുത്ത് ഇതാണ് ഞാൻ മിക്സിയിലിട്ട് കറക്കുന്നത്. നീ ഇപ്പം പുതിയതായിട്ട് എടുക്കണ്ടല്ലോ, വേവിക്കൊന്നും വേണ്ടല്ലോ, ഇതിലെല്ലാ മസാലയും ചേർത്തതുമാണ്. സാധാരണ മസാലയൊന്നും വേണമെന്നില്ല, ഉപ്പും മുളകും മഞ്ഞളും മതി. നമ്മൾ മസാല ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ കറക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ചിക്കൻ ഇവിടെ റെഡിയായി. കോഴി ഇടയ്ക്ക് കോഴി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിന് വേണ്ട മസാല, ഉള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വേണം, പിന്നെ ടേസ്റ്റിന് വേണ്ടി കറിവേപ്പില നന്നായിട്ട് വേണം കേട്ടോ. ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞിടും. പിന്നെ തേങ്ങ കുറച്ച് ചിരണ്ടിയിട്ടു കേട്ടോ. ഇനി നമുക്ക് കൂട്ട് റെഡിയാക്കാം. ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എല്ലാം കഴുകി നന്നായിട്ട് അരിഞ്ഞ് വെച്ചു. ഉള്ളി കണ്ടോ, ചെറുതാക്കി അരിഞ്ഞു ഉള്ളി. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു. ഇഞ്ചി പിന്നെ അരിഞ്ഞാൽ പറ്റില്ല, ഞാൻ ചതുക്കി തന്നെ ഇടൂ. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ കറിവേപ്പിലേൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ മെയിൻ കാരണം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇടുന്നത് എന്താ, ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ. അതുപോലെ തന്നെ തേങ്ങയും ടേസ്റ്റിന് വേണ്ടിയാണ് ഇടുന്നത്. പിന്നെ ചിക്കൻ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ് ഇത്. ചിക്കൻ കുറച്ച് കൂടിപ്പോയി, ബാക്കിയുള്ളത് കൊണ്ട് ഞമ്മക്കില്ലേ ഇങ്ങനെ ചിക്കൻ വറുത്ത് വെച്ച് ബാക്കിയുണ്ടെങ്കിലും ബീഫ് കറി വെച്ച് ബാക്കിയുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് പൊടിച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം, പിന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കാം, ഇതുപോലെ കോഴിയട ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ കളയേണ്ട ആവശ്യമില്ല, കളയല്ല എന്നാലും. പിന്നെ എന്ന് പറഞ്ഞാൽ കോഴിയടൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത് അതിൻ്റെ കൂട്ടാണ്. അതിൻ്റെ മസാല കൂട്ട് ടേസ്റ്റ് ഉണ്ടോ, കോഴിയട വിജയിച്ചു. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ ഓപ്ഷണലാണ്, ഉരുളക്കിഴങ്ങും ഓപ്ഷണലാണ്. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാനിടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് വാട്ടട്ടെ. അങ്ങനെ ഞാൻ ഇരുമ്പിൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നമ്മളിപ്പോൾ കുറേ ആളുണ്ടെങ്കിൽ കുറേ മസാല വേണം, കുറച്ചാളേ ഉള്ളൂ വെച്ചാൽ അതിനനുസരിച്ച് ഇവിടെ ആളിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നു. അങ്ങനെയാ. ഇത് ചെറുതാക്കി നുറുക്കി, ഒന്നും കൂടി ചെറുതാവണോ അതൊന്നും നോക്കുന്നില്ല അങ്ങോട്ട്. നമ്മൾ ഉപ്പിടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ചിക്കൻ പൊടിച്ച് വെച്ചില്ലേ, അതിൽ ഉപ്പുണ്ട്. അപ്പം അതും കണക്കാക്കിയിട്ട് വേണം ഇതിലിടാൻ. നല്ല ഉപ്പ് കുറഞ്ഞു പോയാൽ അതും ടേസ്റ്റ് ഇല്ല, കൂടിപ്പോയാൽ അതും പോയി കാര്യം. ഒക്കെ പാകത്തിനായിരിക്കണം. ഇത് വാടി വന്ന് ഇനി കുറച്ച് മഞ്ഞൾ കുറച്ച് ഇട്ടിട്ടോ. ഇനി കുറച്ച് മുളക് പൊടി,
ഒക്കെ കുറച്ച് മതി, കാരണം പച്ചമുളക് മുറിച്ചിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് പിന്നെ ഇതാ കറിവേപ്പില കുറേ വേണം. അത് എത്ര ഉണ്ടാവുന്ന അത്രയും ടേസ്റ്റാണ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പറിച്ചെടുത്തായത് കൊണ്ട് നമുക്ക് ഇത്രയും ധൈര്യത്തിൽ കെമിക്കലൊന്നും ഇല്ലാത്ത തന്നെ. പിന്നെ ഉരുളക്കിഴങ്ങ് നുറുക്കിയത്, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആകുമ്പോൾ ഉണ്ടാവും ഇതിനൊരു ടേസ്റ്റ് വരാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കോഴിയടൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടാണ്. അതിങ്ങനെ കടിച്ച് തിന്നുമ്പേ ഭയങ്കര ഇഷ്ടമാവും മക്കൾക്ക്. ഇപ്പോൾ ഒലിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിട്ട് ഞാൻ കുഞ്ഞിപ്പത്തലിന് പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാകുമല്ലോ. ഇവിടെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെതാക്കിയതാണ്. ബീഫാട്ടോ മുക്കാൽ ആൾക്കാരും ബീഫ് കൊണ്ട് ഉണ്ടാക്കൽ കേട്ടോ. ബീഫ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ വേവിച്ച് നല്ലോണം അങ്ങ് വേവിക്കുക, എന്നിട്ട് വെള്ളം വറ്റിച്ചാൽ മതി, എന്നിട്ട് അത് മിക്സിയിൽ ഇങ്ങ് പൊടിക്കുക. അങ്ങനെയാണ്. ഇതൊന്ന് വാടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി ചിക്കൻ ഇടട്ടെ. ചിക്കൻ കൂടിപ്പോയി, കുറേ ചിക്കൻ ഉണ്ടാണ് പൊടിച്ചെടുത്ത് ഞാൻ. ഇനി കുഴപ്പമൊന്നുമില്ല, ചിക്കൻ കൂടിപ്പോയ ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. എത്ര ചിക്കൻ കൂടുന്നോ അത്രയും ടേസ്റ്റുമാണ് സംഭവം. ഇതങ്ങോട്ട് ഈ കൂട്ട് മതിട്ടോ നമുക്ക്. എന്തിനെന്നറിയോ? ചിക്കൻ റോളിന്, സമൂസക്ക്, പിന്നെ ഇറച്ചിപ്പത്തിലിന്, പിന്നെ എന്തിനൊക്കെയുള്ള സമൂസ അങ്ങനത്തെ, പിന്നെ ഇതിനും കട്ട്ലറ്റിന് ഒക്കെ കൂട്ടൊന്നാ. അതിലൊക്കെ ഞാൻ എല്ലാം ഇടുന്നുണ്ട്. കുറച്ചുകൂടി ഇടട്ടെ, ടേസ്റ്റും കൂടട്ടെ, നമുക്ക് മടുക്കരുത് തിന്നുമ്പോൾ. ഇത് നമുക്ക് നാളെ സമൂസയോ അല്ലെങ്കിൽ ചിക്കൻ റോളോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. ഇനി തേങ്ങ ഇടട്ടെ. എനിക്കൊന്നും അത് ചോറിന് തന്നെ ഇത് മതിയാവും. ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയതാ, തേങ്ങ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ അടിപൊളി മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പൊടിയൊന്ന് കുഴക്കണം. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയാണ് എടുത്തത് കേട്ടോ. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഫസ്റ്റിൽ ഞാൻ ഉപ്പിട്ടിട്ടല്ലാതെ വേറെ പണിക്ക് പോവില്ല. എന്നോടങ്ങ് മറന്നു പോയാൽ ഒലിയത്തിൻ്റെ ഇറച്ചി അന്ന് വെച്ച പോലെ ഉണ്ടാവും ഇന്നലെ. ഈ പൊടിക്ക് വെള്ള കളറ് കുറച്ച് കുറയും. അതായത് നെല്ല് കുത്തരീൻ്റെ പൊടി ഉണ്ട് ഇതിൽ, അതുകൊണ്ട് ആ തിളങ്ങുന്ന വെള്ള കുറയും. അങ്ങനെ കുഴച്ച് കഴിഞ്ഞു. ഇത് ഇടിയപ്പത്തിൻ്റെയൊക്കെ നൂൽപുട്ടിൻ്റെയൊക്കെ ആ ഒരു പാകം തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ച് ഞങ്ങളെ കാണിച്ചു തന്നല്ലോ, അതാണ്. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി ഞാൻ ചെറുതാക്കി കോഴിയാട ഉണ്ടാക്കാൻ പോകുക. അതാ പരത്തുന്നതിന് മുമ്പേ അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ചാൽ ഭയങ്കര ഒച്ച. ഇതാ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇന്നലെ ഞാൻ വാഴൻ്റെ ഇല വെച്ചില്ലായിരുന്നു. ഞാൻ വെക്കലുണ്ട് സാധാരണ, ഇന്നലെ വെച്ചില്ലായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റിൽ കണ്ടു. അപ്പം ഇന്ന് ഞാൻ വേഗം പോയിട്ട് വാഴൻ്റെ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്നു. അവിടെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. വാഴൻ്റെ ഇല വെച്ചാൽ ടേസ്റ്റ് കൂടുക, അത് ശരി തന്നെയാണ്. ഇനി തിളക്കട്ടെ, അതിലേക്ക് നമ്മൾ പരത്താൻ തുടങ്ങാം. ഇനി തുടങ്ങുമ്പോൾ നമ്മൾക്ക് പരത്തുമ്പോൾ കിട്ടണമെങ്കിൽ കയ്യിൽ എണ്ണ തേക്കണം. എണ്ണ അങ്ങ് തേച്ചാൽ വേഗം കിട്ടും. കുറച്ച് എടുക്കാവും. കോഴിയുടെയൊക്കെ കുഞ്ഞി കൊമ്പ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പരത്തുക. എത്ര ചെറുതാക്കുന്നോ അത്രക്കും ഇത് നല്ലതാ. കുറച്ചേ കൊള്ളുള്ളൂ അങ്ങനെ ഉണ്ടാക്കി വരണത്. കാണിക്കുന്ന ഇത് അരച്ച പൊടിയൊന്നുമല്ല, അത് അരിപ്പൊടി എടുത്തുണ്ടാക്കിയത് കൊണ്ട് ഏത് ഷേപ്പിലും നല്ല ഉഷാറിൽ നിന്നോളൂ. ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയിട്ട് പാത്രം നിറയണം. ഒന്നും കൂടെ കുറച്ച് പരത്തി ആയിട്ടുണ്ട്, അത് ഇടുക കേട്ടോ. അടുത്ത പരത്തി ആകുമ്പോഴത്തേക്ക് അടിത്തൊക്കെ ബന്ധോട്ടെ. ഞാൻ കുഞ്ഞിപ്പത്തലിൻ്റെ വീഡിയോ ഇട്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ശതമോള് ചോദിക്കുക, നിങ്ങൾക്ക് ആരാ വീഡിയോ പിടിച്ചിരുന്നത് എന്നുള്ളത്. വീഡിയോ പിടിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്.
അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം വെന്തിക്ക്, എന്നാലും കുഴപ്പമില്ല. ഇത് ഫുള്ളൊന്നും ഇപ്പം അതിൽ പോകൂല, ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റും. പിന്നെ കുഞ്ഞിപ്പത്തിൽ ഇതിൽ കൊണ്ടിരുന്നു, ഇതിങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നതാണല്ലോ, അതുകൊണ്ട് എല്ലാ സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് കൊമ്പനടിയൊക്കെ ഉണ്ടാക്കുക. ചമ്മന്തി ഇട്ടിട്ടും മസാല ഇട്ടും ഇത് മതിയും തോന്നുന്നത്. ഇതിൽ ഇത്രേ കുത്തി അമർത്താൻ പറ്റൂല. ഇത് ഞാൻ രണ്ടാമത് പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നാൽ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് അരച്ച് വറവ് തിന്നാലോ. ഇതിപ്പം വേവണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. തേങ്ങ ചേർന്നിട്ട് കഴിയാനായി, അത്രയും ഇടുന്നുണ്ട്. തേങ്ങ അരക്കുക, തേങ്ങ ഇട്ട് ഇച്ചിരി ഒന്ന് കറക്കിയാൽ അതിന് ജീരകം, പെരിഞ്ജീരകം, പിന്നെ ഉള്ളിയും വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കട്ടെ. വെന്ത് കഴിഞ്ഞു കേട്ടോ, ഒക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഞാനൊന്നും എടുത്ത് തിന്ന് നോക്കി ധൃതിയായിട്ട്. ഇനി നമുക്ക് വറവിടാം. ഇതിങ്ങനെ ഒന്ന് തണുത്തോട്ടെന്ന് വിചാരിച്ചിട്ടാ, ചൂടോടെ അങ്ങോട്ട് വറവിടുമ്പോൾ പൊടിഞ്ഞു പോവും. ഇതുണ്ടാക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നമ്മളെ ഗ്രൂപ്പിലുണ്ടാവും. ഇത്തരം കാര്യത്തിനൊക്കെ കോട്ടിട്ടവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അതിപ്പോൾ തമാശയായിരിക്കും. തീരെ കാണാത്തവരുണ്ടല്ലോ, എന്താണ് കോഴിയുടെ അറിയാത്തവരുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിൽ. അവർക്ക് വേണ്ടിയിട്ടാട്ടോ. കണ്ണൂർ, തലശ്ശേരി, കുറ്റ്യാടിക്കാർക്ക് ഇത് എക്സ്പെർട്ടാ. ഞാൻ ഇവിടെ വന്നാരെ പഠിച്ചതാട്ടോ. പക്ഷെ അതിന് ശേഷം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്ന് തണുക്കട്ടെ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു. ഇങ്ങോട്ട് കാണിക്കാം. എന്താ അതിലേക്ക് മാറ്റിയതാ. ഇത്രേ ഉള്ളൂ കേട്ടോ, എത്ര കുറേ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നു അല്ലേ. ഇത് അപ്പാട് തിന്നാ, അത് വറവിടാണ്ട് തന്നെ തിന്നാ, ഭയങ്കര ടേസ്റ്റാ. ഇതെല്ലാം ഉപ്പിട്ട് നല്ലോണം എണ്ണയൊക്കെ ആയിട്ട് വാട്ടി ഇതാക്കിയതല്ലേ, എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഒലിയത്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രിഡ്ജിലും ഉണ്ടാവുമല്ലോ ബീഫ്, ചിക്കനും ഉണ്ടാവും. ബീഫാണല്ലോ ഇപ്പോൾ ഉദയത്തിന് കിട്ടുക. അന്നേരം അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കിട്ടോ, ഇതേപോലെ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കി. പിന്നെ കുട്ടികൾ നിങ്ങൾ പുറകിലായിരിക്കും ഉണ്ടാക്കി തരീന്നും പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ വറവിട്ടത് അലൂമിനിയം പാത്രത്തിലായിരുന്നു. അപ്പം നമ്മളെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, കുറേ പേര് പറഞ്ഞു അലൂമിനിയം അങ്ങനെ ഉപയോഗിക്കരുത് എന്ന്. ഞാനൊക്കെ അലൂമിനിയം തന്നെ ഉപയോഗിച്ചോക്കട്ടോ. അപ്പം ഞാൻ അവരെ മാനിച്ചുകൊണ്ട് എന്നോട് എന്താ എൻ്റെ പ്രിയപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കും. അങ്ങനെ ഞാൻ സ്റ്റീൽ പാത്രം എടുത്തു കേട്ടോ. ഇനി കുറച്ചിട്ട് വെള്ളം ഒഴിക്കട്ടെ. തിളച്ചിട്ട് ഇതിലേക്ക് ഇട്ടാൽ വറവിട്ടിട്ട് അങ്ങ് ആക്കിയാൽ മതിയല്ലോ. കുറച്ച് ലൂസ് നിന്നോട്ടെ, അല്ല ഉണങ്ങിപ്പോവും. കുറച്ച് ലൂസിലാ തിളക്കട്ടെ. ഇതിലേക്ക് നമ്മൾ എന്തൊക്കെ ഇടണം എന്നറിയോ? ഇത് നിങ്ങൾ പറഞ്ഞതാ, ഈ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞതാ, പ്ലാസ്റ്റിക്കിലിട്ടരുത് എന്നുള്ളത്. ഇതിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറ് വരാനേ. കുറച്ചുകൂടി മഞ്ഞൾ തിന്നോട്ടെ. കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടി ഇങ്ങ് ചേരുമ്പോഴാണ് ഇതിന്. എനിക്ക് ഇടത്തെ കൈയും വലത്തെ കൈയും ഒക്കെ പാസ്സാട്ടോ. കൂടുതലും പണിയെടുക്കാൻ എനിക്ക് എളുപ്പം ഏതാണെന്നറിയോ? എൻ്റെ ഇടത് കൈയാണ്. അവിടുന്ന് തിളക്കുമ്പത്തിനേക്ക് നമുക്ക് ഇവിടെ ഈ അടുപ്പിൽ നിന്ന് വറവിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയിലാട്ടോ വറവിടുന്നത്. ചെറിയുള്ളി എല്ലാത്തിനും ചെറിയുള്ളിയിൽ ചോക്കട്ടെ. ഇതും ചൂടാകുന്നുണ്ട്. ഇത് കറിവേപ്പിൻ്റെ അരി ഇടണം. ഇതൊക്കെ നമ്മളെ ടേസ്റ്റ് കൂട്ടുന്ന. ഈ പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇടണം എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അതൊന്നും ഇവിടെ ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇവർക്ക്. അതുകൊണ്ട് ഞാൻ
അതൊന്നും ഇടുന്നില്ല. ഈ കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ചോക്കട്ടെ. എനിക്കിഷ്ടം അലുമിനിയം പാത്രം വട്ടത്തിൽ വറവിട്ട് അത് ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ് അങ്ങനെ അലൂമിനിയം ഉപയോഗിക്കരുത്, ഒഴിവാക്കണം. എൻ്റെ മോനും അങ്ങനെ പറയലുണ്ട്. കറിവേപ്പിൻ്റെ ഇല കിട്ടാൻ ഒരു സൂപ്പർ മണം കിട്ട് വരാനുണ്ട്. അങ്ങനെ ഗോൾഡൻ കളറായി. എൻ്റെ അടുപ്പ് 4 ബർണറാ. ആരാ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എത്ര പൈസയായി ഇതിന് എന്നൊക്കെ. സ്റ്റീലാണോ? ഇവിടെയൊക്കെ സ്റ്റീല്, മേലെ ഗ്ലാസ്സാ. പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ അതിന് കുറേ കൊല്ലമായിട്ടോ. പക്ഷെ എന്താ അറിയില്ല, ഈ സ്റ്റവ് വാങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു ബർണറും കേട് വന്നില്ല. പേടിയാ, പറയാൻ തന്നെ പേടിയാ, കേട് വന്നോണ്ട്. പിന്നെ അൽഹംദുലില്ലാ, എന്താ അറിയില്ല, അതിന് അങ്ങനെ ഒന്നും നല്ലോണം കത്തുന്നുണ്ട്. തിളച്ചു. ഇനി മെല്ലെ ഇങ്ങോട്ട് ഇടുക. അട്ടിട്ടൂടെ ഇതിട്ടാൽ മൊത്തമൊക്കെ തീർക്കൂ. കുറച്ചൊക്കെ പൊടിയൂ, അതൊന്നിപ്പോൾ നമ്മൾ നോക്കണ്ട. നമ്മൾ തിന്നുമ്പോൾ ഈ മസാല പുറത്ത് ചാടി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതാ ഒന്നും ആയില്ല, ഞാൻ വിചാരിച്ചിതാവുന്നു. ഇനി മെല്ലെ പൊടിഞ്ഞു പോണേന് ഇങ്ങനെ 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 ആക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. നിങ്ങൾ വിചാരിക്കും കഞ്ഞച്ച പോലെ, പക്ഷെ ഇത് ഒന്ന് സോഫ്റ്റായി നിൽക്കും. ഇതിൽ ഉണങ്ങിപ്പോകൂല. ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ കോഴിയട. ഇതാ ഇനി പൊടിയൂര. ഇത് നമുക്കിനി ഒരു കറിയും വേണ്ട, ഇതങ്ങ് തിന്നാനൊരു ടേസ്റ്റ്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വലിപ്പം കുറച്ച് കൂടിയാണ്, അത് ശരിയാ. എന്താന്ന് പറഞ്ഞാൽ ഇന്ന് വേഗം തീർന്നിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയാപ്പിളാരൊന്നും കൊടുക്കാനൊന്നും അല്ലല്ലോ, പുതിയാപ്പിളാർക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ, നമ്മക്കല്ലേ. നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ പോരെ. എന്താ നിങ്ങൾക്ക് വിരുന്നുകാർക്കോ പുതിയാപ്പിളാർക്കോ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇതിൻ്റെ 4-1 ചുരുക്കണം കേട്ടോ. വലിപ്പം ചെറുതാക്കണം, അതതിൻ്റെ കാണാൻ ഭംഗിയും ടേസ്റ്റും. അങ്ങനെ ഇവിടെ കോഴിയട റെഡിയായി കഴിഞ്ഞു. ഞാനിനി പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്, ആവിക്ക് വെക്കാനുണ്ട്. ഉണ്ടാക്കി അധികം ഞാൻ ആവിക്ക് വെച്ചിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് കയറ്റു. ഇതിപ്പോൾ ഞങ്ങൾ തിന്നു. ഇങ്ങനെയാണ് എൻ്റെ. എങ്ങനെയുണ്ട്? ഇത് കണ്ണൂരുകാരും തലശ്ശേരിക്കാരും കാണണ്ട, കണ്ടിട്ടുണ്ടെങ്കിൽ. തലശ്ശേരിയുള്ള ഒരു മോള് എൻ്റെ ഇത് കാണലുണ്ട്, എപ്പം കമൻറ്റ് ഇടലുണ്ട്. പേര് മറന്നുപോയി മോളെ. ഇന്ന് ഞാൻ കുറേ മോളെ കമൻറ്റ് വായിച്ചത്. അതിൻ്റെ നമ്പർ കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് സംശയം ചോദിക്കാണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളെ കോഴിയട. അപ്പം കണ്ടില്ലേ, കോഴിയട ഉണ്ടാക്കിയത് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചിട്ടുണ്ട്. വയനാടൻ കോഴിയട. ഇനി നിങ്ങൾക്ക് ചേഞ്ച് വരുത്താവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ ഞാൻ അത് മാറ്റം വരുത്തും. കാരണം കുറേ മാറ്റം വരുത്തിയല്ലോ. തേങ്ങ ഞാൻ വറുത്തരച്ചില്ല കേട്ടോ, അതിവിടെ അങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. വറുത്തരച്ചില്ല, പിന്നെ കറുവാപ്പട്ട അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടുമില്ല. അതൊക്കെ സംഭവം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.